ഇടുക്കി ജില്ലയിൽ കുഴിത്തുളവിലുള്ള സ്രാമ്പിക്കൽ ശ്രീ തങ്കച്ചൻ ജോസഫിൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി തേനി ദേശീയപാതയിൽ പുളിയന്മല കമ്പംമെട്ട് റോഡിൽ കുഴിത്തുളു നിരപ്പേൽക്കട. പുളിയന്മലയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ എത്തിക്കഴിയുമ്പോൾ നിരപ്പേൽക്കടയിൽ നിന്നും തിരിഞ്ഞ് 150 മീറ്റർ എത്തിക്കഴിയുമ്പോഴാണ് ഈ വീടുള്ളത്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇടുക്കി ജില്ലയിൽ കുഴിത്തുളവിലുള്ള സ്രാമ്പിക്കൽ ശ്രീ തങ്കച്ചൻ ജോസഫിനെയും കുടുംബത്തെയുമാണ്. തങ്കച്ചൻ്റെ ഒരു പൂർവ്വ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ സ്രാമ്പിക്കൽ കുടുംബത്തിൻ്റെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ശ്രീ ഔസേപ്പ് തൊമ്മനിൽ നിന്നാണ്. ഔസേപ്പ് തൊമ്മൻ്റെ 6 ആൺമക്കളിൽ ഏറ്റവും മൂത്ത ആളാണ് ശ്രീ തൊമ്മന് 5 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും മൂത്ത ആളാണ് ശ്രീ ഔസേപ്പിൻ്റെ 7 മക്കളിൽ ഏറ്റവും മൂത്ത ആളാണ് തൊമ്മൻ എന്ന് വിളിക്കുന്ന കുഞ്ഞൂട്ടി. ശ്രീ കുഞ്ഞൂട്ടിക്ക് 8 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും മൂത്ത ആളാണ് അപ്പച്ചൻ എന്ന് വിളിക്കുന്ന ജോസഫ്. അപ്പച്ചൻ്റെ 5 മക്കളിൽ ഏറ്റവും മൂത്ത ആളാണ് ശ്രീ ജോസഫ് തങ്കച്ചനെയും കുടുംബത്തെയും നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. തങ്കച്ചൻ ചേട്ടന് എത്ര വയസ്സായി? ഇപ്പം 62 വയസ്സായി. ഒഫീഷ്യലായിട്ടുള്ള പേരെങ്ങനെയാണ്? തങ്കച്ചൻ എന്നാണ് വിളിക്കുന്നത്. ജോസഫ് എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള പേര്. തങ്കച്ചന്റെ ഭാര്യ നമ്മുടെ ഒപ്പം ഉണ്ട്. ചേച്ചിയുടെ പേരെന്താണ്? ലിസിയുടെ വീട് എവിടെയാ? വടക്കേമല, മുക്കുളത്തിനടുത്ത് വടക്കേമല എന്നുള്ള സ്ഥലത്താണ്. വീട്ടുപേരെന്താണ്? മടത്തിപ്പറമ്പിൽ നിന്നാണ്. ചാച്ചന്റെ അമ്മയുടെയും പേര് പാപ്പച്ചനും അന്നമ്മ. അമ്മയുടെ വീട് എവിടെയാ? ചങ്ങനാശ്ശേരിയിലാണ് വീട്. വീട്ടുപേര് ചങ്ങനാശ്ശേരി പറമ്പിൽ നിന്നാണ് വീട്ടുപേര്. സ്ഥലം മുക്കുളം. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? 2 പേര്. അപ്പൊ നമ്മോടൊപ്പം ഉള്ളത് റിൻസ് ഇളയാളാണ്. റിൻസ് എന്ത് ചെയ്യുന്നു? ഏലക്കാട് ബിസിനസ് ആണ്. എവിടെയാ ബിസിനസ് ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലെ കട്ടപ്പന നിരപ്പേക്കട എന്നുള്ള സ്ഥലത്താണ് ബിസിനസ് ചെയ്യുന്നത്. ബിസിനസ് സ്ഥാപനത്തിന്റെ പേര് RNS സ്പൈസസ് എന്നുള്ള എന്തിന്റെ ബിസിനസ് ആണത്? ഏലക്കാട് ഓപ്ഷൻ സെന്റർ ആണ്. RNS എന്നുള്ള ഓൺ ബിസിനസ് കുഴിത്തുളവിനടുത്ത് കട്ടപ്പന കേന്ദ്രീകരിച്ച് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിൻസിന്റെ ഭാര്യ നമ്മോടൊപ്പം ഉണ്ട്. ഭാര്യ പേരെങ്ങനെയാണ്? അഞ്ചിതയുടെ വീട് എവിടെയാ? കൂട്ടാർ എന്നുള്ള സ്ഥലത്താണ്. വീട്ടുപേര് ചിലമ്പിൻകല്ലേൽ എന്നാണ് വീട്ടുപേര്. മാതാപിതാക്കന്മാരുടെ പേര് മോഹനൻ, അമ്മ ഗിരിജ. അമ്മയുടെ വീട് എവിടെയാ? അമ്മയുടെ വീട് കൂട്ടാർ തന്നെയാണ്. വീട്ടുപേര് വാഴപ്പറമ്പിൽ എന്നാണ്. നിങ്ങൾക്ക് 2 മക്കളാണ് ഉള്ളത്. മോളുടെ പേരെന്താണ്? അഫ്രിൻ എന്ത് ചെയ്യുന്നു? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കാർമൽ സ്കൂൾ പുളിയന്മലയിലാണ് പഠിക്കുന്നത്. മോളുടെ പേരെന്താണ്? അഫ്ന സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? എവിടെയാ പോകുന്നത്? കാർമൽ പുളിയന്മലയിലാണ് പോകുന്നത്. ഏതിലാ പഠിക്കുന്നത്? LKGയിലാണ് മോള് പഠിക്കുന്നത് അല്ലെ? ഫ്രണ്ട്സിന് ഒരു സഹോദരൻ കൂടെ ഉണ്ട് അല്ലെ? സഹോദരന്റെ പേര് റോബിൻ എവിടെയാ? സെന്റ് ഫിലോമിനാസ് ഉപ്പുതറയിലെ കായിക അധ്യാപകനാണ്. റോബിന്റെ ഭാര്യയുടെ പേരെന്താണ്? ജിൻസി എന്ത് ചെയ്യുന്നു? പോലീസ് എയർ ക്യാമ്പിലെ ക്ലർക്കാണ്. ജിൻസിയുടെ വീട് എവിടെയാ? ചെല്ലാർകോവിലാണ്. വീട്ടുപേര് വെള്ളമറ്റത്തിൽ എന്നാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 കുട്ടികളാണ് അവർക്കുള്ളത്. മക്കളുടെ പേര് ജോഹാൻ, ജുവാൻ. അങ്ങനെ 2 ആൺകുട്ടികളാണ് അവർക്കുള്ളത്. ചാച്ചന്റെ പേര് എങ്ങനെയാണ്? അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. ജോസഫ് എന്നാണ് പേര്. അമ്മയുടെ അന്നക്കുട്ടി. അമ്മയുടെ വീട് എവിടെയാ? വെച്ചിച്ചെറിയാണ്. വീട്ടുപേര് കൊട്ടാരത്തിൽ കുടുംബാംഗമാണ് അമ്മ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 5 പേരാണ്. ഇതിനകത്ത് മൂത്തതാരാണ്? തങ്കച്ചേട്ടൻ തന്നെയാണ് ഏറ്റവും മൂത്തയാള്. ഇളയ തൊട്ട് താഴെയുള്ള ആളായിരുന്നു സണ്ണി. എവിടെയാ താമസിക്കുന്നത്?
എവിടെയാ? കുഴുത്തുള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്. സണ്ണിയുടെ ഭാര്യയുടെ പേര് പുഷ്പ. പുഷ്പയുടെ വീട് എവിടെയാ? കുഴുത്തുള്ളിൽ തന്നെയാണ് വീട്. വീട്ടുപേര് കുറുമുള്ളിൽ എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 പെൺകുട്ടികളാണ് ഉള്ളത്. അവരുടെ പേര് ബെറ്റി, ബെറ്റ്സി, സോന. ഇങ്ങനെ 3 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. സണ്ണിയുടെ ഇളയത് ടോമി. ടോമി എവിടെയാണ് താമസിക്കുന്നത്? കുഴുത്തുള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്. ടോമിയുടെ ഭാര്യയുടെ പേര് മോളി. മോളിയുടെ വീട് എവിടെയാ? നത്തുകല എന്ന സ്ഥലത്താണ്. വീട്ടുപേര് കാഞ്ഞിരപ്പാറ എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളാണ് ഉള്ളത്. അവരുടെ പേര് എബിന്, ബിബിന്. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത് മിനി. മിനി എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? എരുമേലി. വീട്ടുപേര് തോപ്പിൽ. ഭർത്താവിന്റെ പേര് കൊച്ചുമോൻ എന്നാണ് ഭർത്താവിന്റെ പേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. അവരുടെ പേര് ജോസ്മിൻ, മീവൽ. അങ്ങനെ 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത് മത്തായി. മത്തായി എവിടെയാണ് താമസിക്കുന്നത്? കുഴുത്തുള്ളുവില് നിങ്ങളുടെ തറവാട്ടിലാണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര് ടെസ്സിയുടെ വീട് എവിടെയാ? മുണ്ടക്കയ. വീട്ടുപേര് ഇരിപ്പക്കട്ട്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കൾ. അവരുടെ പേര് മൂത്തയാള് സിൻഡോ, ലിൻഡ, മൂന്നാമത്തെ ബിൻഡോ. അങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. ഇതാണ് തങ്കച്ചേട്ടന്റെ ഒരു സഹോദരങ്ങൾ. നിങ്ങൾ മൊത്തം 5 പേരാണ് ഉണ്ടായിരുന്നത്. ലിസി ചേച്ചി, നിങ്ങൾ എത്ര സഹോദരങ്ങൾ? നിങ്ങൾ എത്ര മക്കളായിരുന്നു? 5 പേരാണ് ആയിരുന്നു. അതിനകത്ത് ഏറ്റവും മൂത്തത് ആരാണ്? ജോസ് എവിടെ താമസിക്കുന്നത്? വടക്കേമലയാണ് താമസിക്കുന്നത്. ജോസിന്റെ ഭാര്യയുടെ പേര് ലാലിയുടെ വീട് എവിടെയാ? അവിടെ അടുത്ത വടക്കേമല തന്നെയാണ് വീട്. വീട്ടുപേര് ചെട്ടിയാരിക്കൽ എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 പേര്. അവരുടെ പേര് ജിനോ, ജിൻസ്. ജിൻസ് അച്ഛനാണ്. അച്ഛനായത് ആണ്. ഏത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ്? CMI സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. ഏത് സ്ഥലത്താണ്? ജഗദൽപൂരാണ് ഇപ്പൊ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛനായിട്ട് എത്ര വർഷമായി? 4 വർഷമായി അച്ഛനായിട്ട്. ജോസിന്റെ ഇളയത് ആരാണ്? ലിസി ചേച്ചി തന്നെയാണ് അതിന്റെ ഇളയത്. ലിസി ചേച്ചിയുടെ ഇളയത് ആരാണ്? ഗ്രേസി. എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? മുണ്ടക്കയത്താണ്. വീട്ടുപേര് മടിക്കക്കുഴി. കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര് സിബി. അവർക്ക് എത്ര മക്കളുണ്ട്? 2 പേര്. അവരുടെ പേര് ലിറ്റി പ്രിൻസ്. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത് മോളി എവിടെയാണ്? പെരുവന്താനത്താണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് ഈന്തങ്കൽ എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 പേര്. ഭർത്താവിന്റെ പേര് അതിന്റെ ഇളയത് റെജി. എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? വടക്കേമല തന്നെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് എരുവേലിൽ നിന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് സജി. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് അവർക്കുള്ളത്. ഇതാണ് ലിസി ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങൾ. ഇനി അഞ്ജിതയുടെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് വരാം. മാതാപിതാക്കന്മാർ എന്ത് ചെയ്യുന്നു? റിട്ടയർഡ് ബാങ്ക് മാനേജറായിരുന്നു. കൃഷി കാര്യങ്ങളുമായിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്നു. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 2 പേര്. സഹോദരൻ ചേട്ടനാണ്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? കൃഷി കാര്യങ്ങളാണ്. ഭാര്യയുടെ പേര് ശ്യാമിലി. ചേട്ടന്റെ പേര് മജിത്തും ശ്യാമിലി. ശ്യാമിലിയുടെ വീട് എവിടെയാ? കമ്പംമെട്ടിലാണ് വീട്. വീട്ടുപേര് കായപ്ലാക്കൽ എന്നാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 ആൺമക്കളാണുള്ളത്. അവരുടെ പേര് ആദിൽ തേജും അതുല്യ തേജും. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. പ്രിൻസിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ച് പറയാമോ? ഞാൻ പഠിച്ചത് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പോത്തുങ്കണ്ട SNUP സ്കൂൾ എന്ന് പറയാം. UP സ്കൂള് പോത്തുങ്കണ്ട SNUP സ്കൂളിലാണ് പഠിച്ചത്. ഹൈസ്കൂൾ സെക്ഷൻ വരുമ്പോൾ കുഴുത്തുള്ള ദീപ ഹൈസ്കൂളിലാണ് ഹൈസ്കൂളിൽ പഠിച്ചത്. +2 +1 വന്നപ്പോൾ കരുണാപുരം സ്കൂളിലാണ് +1 +2 പഠിച്ചത്.
അതിനുശേഷം അത് കഴിഞ്ഞ് ഡിഗ്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏതിലായിരുന്നു ഡിഗ്രി എടുത്തത്? ഡിഗ്രി ഡിഗ്രി MA ഇംഗ്ലീഷ്. MA ഇംഗ്ലീഷ്. പോസ്റ്റ് ഗ്രാജുവേഷനും എടുത്തു. അതെ. MA ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേഷനും എടുത്തു. തുടർന്ന് എന്തെങ്കിലും ജോലി ചെയ്തു? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആയിരുന്നു, മെയിനായിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആയിരുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിഗ്രി അതിന്റെ കൂടെ അതെ. ചെയ്തു. അതെവിടെയാണ് ചെയ്തത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഡിഗ്രി എടുത്തു. അതിനുശേഷം ജോലി ചെയ്തിരുന്നോ? അതിന് ജോലി ചെയ്തില്ല. അതിന് PG കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ തമിഴ്നാട് പോണ്ടിച്ചേരി കാരക്കുടി എന്ന് പറഞ്ഞ തമിഴ്നാട് പോണ്ടിച്ചേരിയിലുള്ള കാരക്കുടി എന്നുള്ള സ്ഥലത്ത് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ തന്നെ മാസ്റ്റർ ഡിഗ്രി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് ജോലി ചെയ്തത്. ഏത് സ്കൂളിലാണ് ജോയിൻ ചെയ്തത്? നിർമ്മല പബ്ലിക് സ്കൂളിലാണ്. എരുമേലി നിർമ്മല പബ്ലിക് സ്കൂളില് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടറായിട്ട് 4 വർഷം ജോലി ചെയ്തു. ജോലി ചെയ്തതിന് ശേഷമാണോ ബിസിനസ്സിലേക്ക് വരുന്നത്? ജോലി ചെയ്ത് കഴിഞ്ഞിടയ്ക്കാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കോപ്പറേറ്റീവ് സ്കൂളിൽ ഒരു ഇന്റർവ്യൂ വന്നായിരുന്നു. കോപ്പറേറ്റീവ് സ്കൂൾ ഇന്റർവ്യൂ വന്നിരുന്നു. അപ്പം നമുക്ക് ചെറിയ ഡൊണേഷൻ ആവശ്യപ്പെട്ട സമയത്ത് പൈസ കണ്ടെത്താൻ സാഹചര്യം മോശമായതുകൊണ്ട് എന്നാൽ ബിസിനസ്സിലേക്ക് മാറി എന്ന് ചിന്തിച്ചു കൊള്ളാമെന്ന് വന്നു. കോപ്പറേറ്റ് സ്കൂളില് ഡൊണേഷൻ ആവശ്യപ്പെട്ടത് കൊണ്ട് അത് കൊടുക്കാൻ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ബിസിനസ്സിലേക്ക് മാറാൻ ആലോചിച്ചു. ആലോചന വന്നു. അങ്ങനെയാണ് ഏലം മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഏലം മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഈ സ്പോർട്സ് അച്ചീവ്മെന്റ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സ്കൂൾ കാലഘട്ടം മുതലേ സ്പോർട്സിലാണ്. അതുകൊണ്ടാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വരാനുള്ള കാര്യം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വരാൻ കാരണം സ്പോർട്സുമായിട്ടുള്ള ബന്ധമാണ്. ഹൈസ്കൂളിൽ തൊട്ട് ഞാൻ സംസ്ഥാന ലെവലില് സ്വർണ്ണ മെഡലൊക്കെ ലഭിച്ചതാണ്. ഏതൊക്കെ ഇവന്റ്സിന് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്? സ്പോർട്സിലാണെങ്കിൽ നമ്മുടെ വോളിബോളിന് വോളിബോളിലായിരുന്നു. ഗെയിംസിലെ വോളിബോളിന് സ്റ്റേറ്റ് ലെവലിൽ ഉണ്ടായിരുന്നു. ഷോർട്ട് പുട്ട് ജാവലിൻ ത്രോ ഇതില് നാഷണൽ മെഡലുണ്ട്. നാഷണൽ മെഡലുണ്ട്. ഗോൾഡ് മെഡലുണ്ട്. രണ്ടിലും ഫസ്റ്റ് തന്നെയായിരുന്നു. എത്ര വർഷക്കാലം അച്ചീവ് ചെയ്തത്? 7 വർഷക്കാലത്തോളം നാഷണൽ ലെവലില് ജാവലിലും വോളിബോളിലും അച്ചീവ് ചെയ്യാൻ പറ്റി. സ്റ്റേറ്റ് ടീമിന് വേണ്ടിയിട്ട് കളിക്കാനും സാധിച്ചു. അപ്പൊ അങ്ങനെ നല്ലൊരു സ്പോർട്സ് റെക്കോർഡും ഉള്ള വ്യക്തിയാണ്. റിൻസ് കുടുംബയോഗത്തിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? ഞാൻ കുടുംബയോഗത്തിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. നിലവിലുള്ള ഇതില് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ടും സേവനം ചെയ്യുന്നുണ്ട്. ജോലി തിരക്കുകൾ ഒത്തിരി ഉണ്ടെങ്കിലും എല്ലാ മേഖലയിലും ചാരിറ്റി മേഖലയിലും പള്ളിയായിട്ട് ബന്ധപ്പെട്ടോ സാമൂഹികമായിട്ടോ രാഷ്ട്രീയമായിട്ടും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടോ എല്ലാം വളരെയധികം പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അഞ്ജിതയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊന്ന് പറയാമോ? ഞാന് 7ാം ക്ലാസ് വരെ SDA ആണ് പഠിച്ചത്. 7ാം ക്ലാസ് വരെ SDA നെടുങ്കണ്ടത്താണ് പഠിച്ചത്. തുടർന്ന് 8 തൊട്ട് ഹൈസ്കൂള് ദീപ ഹൈസ്കൂൾ കുഴുത്തുളൂരിലാണ് കുഴുത്തുളൂർ ദീപ ഹൈസ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഹയർ സെക്കൻഡറി NSS ഹയർ സെക്കൻഡറി സ്കൂൾ കരുണാപുരത്താണ് +2 പാസ്സായത്. തുടർന്ന് BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. എവിടെയാ പഠിച്ചത്? ഞാൻ തമിഴ്നാട് SICWC-യിലാണ് പഠിച്ചത്. SICWC സ്ഥലം ഇവിടെ കമ്പം ആണ്, തമിഴ്നാട്ടിലാണ് BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചത്. അതിനുശേഷം MSW കോട്ടയം BCM കോളേജിൽ നിന്ന് MSW എടുത്തു. എന്തെങ്കിലും നിലവിൽ ജോലി ചെയ്യുന്നുണ്ടോ? ഉണ്ടായിരുന്നു. കൗൺസിലറായിരുന്നു. സ്കൂൾ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ റിസൈൻ ചെയ്തു. ഭർത്താവിനെ ബിസിനസ് കാര്യങ്ങൾ സഹായിക്കുന്നുണ്ടോ? ബിസിനസ് കാര്യങ്ങളില് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുടുംബജീവിതവും ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. സംഗീത ചേട്ടാ, കുടുംബയോഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ 2 ടൈമുകളില് കുടുംബയോഗത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ടും സേവനം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നിലവിൽ ഇപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലില്ല. മകനുണ്ട്. റിൻസ് നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.